കഴിഞ്ഞ 2 മണിക്കൂറായി നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിളിനോട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അങ്കിൾ ഉത്തരം പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? തീർച്ചയായിട്ടും ഇതിലൂടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സ്പാർക്ക് നിങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഞാൻ ധന്യനായി, കൃതാർത്ഥനായി. താങ്ക് യു സോ മച്ച്. ഇനി അങ്കിളിന് നിങ്ങളോട് യാത്ര പറയാനുള്ള സമയമാണ്. ആർക്കെങ്കിലും 3 പേർക്ക്, ഈ കൂട്ടത്തിൽ 3 പേർക്ക് മാത്രം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആഴത്തിലുള്ള, സ്പർശിക്കുന്ന ആ രീതിയിലുള്ള ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത്, അർത്ഥമുള്ള ചോദ്യങ്ങൾ. യു ആർ റെഡി ഫോർ ദാറ്റ്? അങ്കിള് പറഞ്ഞില്ലേ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ലെന്ന്. എന്താണ് അഹങ്കാരം, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അഹങ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. തന്നെക്കുറിച്ച് തനിക്കുള്ള അമിതമായിട്ടുള്ള ബോധം. നമുക്കെല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ആവശ്യമാണ്, തന്നെക്കുറിച്ചുള്ള വിശ്വാസം ആവശ്യമാണ്. പക്ഷേ ആ വിശ്വാസം അധികരിക്കുമ്പോഴാണ് അത് അഹങ്കാരമായിട്ട് മാറുന്നത്, അഹംബോധമായിട്ട് മാറുന്നത്. നോക്കൂ, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും അഹങ്കാരമുണ്ട്, ഞാൻ എന്ന ഭാവമുണ്ട്. ഞാൻ മോളോടൊരു കാര്യം പറയാം. നാളെ അച്ഛനോ അമ്മയോ ഒരു ദിവസം എത്ര തവണ ഞാൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അത്രമാത്രം തവണ നമ്മൾ ഞാൻ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊരാളുടെ കണ്ണിലൂടെ നമ്മളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ സ്വയം നടത്തുന്നൊരു ശ്രമമാണ് ഈ ഞാൻ എന്ന പ്രയോഗം. എല്ലാ മനുഷ്യർക്കും അഹങ്കാരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒരു കുട്ടിയായി പിറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വയസ്സ് വരെ നമ്മൾ അച്ഛനെയോ അമ്മയെയോ സമൂഹത്തെയോ ആശ്രയിച്ചേ പറ്റൂ അല്ലേ? ഒരു കുഞ്ഞായി നമ്മൾ നിഷ്കളങ്കമായി ഭൂമിയിൽ പിറന്നു വീഴുന്നു. അതിനുശേഷം നമ്മൾ ഒന്ന് കരഞ്ഞാൽ മതി, അച്ഛനോ അമ്മയോ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വരും. വീട്ടിലേക്ക് വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നമ്മളെയാണ് കൊഞ്ചിക്കുന്നത്, നമ്മളെയാണ് താലോലിക്കുന്നത്, എല്ലാ ശ്രദ്ധാകേന്ദ്രവും നമ്മളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു ചിന്തയുണ്ടാകുന്നു, ഞാനാണ് കേന്ദ്രബിന്ദു. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അത് വളർന്ന് നമ്മൾ അഹങ്കാരികളായിട്ട് മാറുന്നു. ഇത് എത്രമാത്രം നമുക്ക് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന സമയത്ത് സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നതും നമ്മൾ അതാണ് ഇതാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എത്രമാത്രം നമുക്ക് കുറച്ചു കൊണ്ടുവരുവാം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോമൺ സെൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കോമൺ ആയിട്ട് എല്ലാവർക്കുമുള്ള സെൻസാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം. നമ്മൾ വീണ്ടും നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു പുകഴ്ത്തലാണ് എന്ന് മനസ്സിലാവും. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എത്രമാത്രം നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത്, വളർന്നു വലുതാവുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എത്രമാത്രം കുറച്ചു കൊണ്ടുവരാം, ഇത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെയാണ് അഹങ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. അങ്കിൾ ഒരു മജീഷ്യൻ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഒരു അധ്യാപകനാകുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടുമായിരുന്നു. ഒരു മജീഷ്യൻ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു മജീഷ്യൻ ആകുമായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. കാരണം എൻ്റെ രക്തത്തിൽ മാജിക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഞാൻ മജീഷ്യനായിട്ടാണ് ജനിച്ചത്, മജീഷ്യനായിട്ടാണ് ജീവിക്കുന്നത്, മജീഷ്യനായി തന്നെയായിരിക്കും മരിക്കുന്നത്. ഇത് മാത്രമാണ് പറയാനുള്ളത്. പറഞ്ഞത് അധ്യാപകൻ, ഗുരു എന്നൊക്കെയാണ്. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഒരു അധ്യാപകനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളാണ്. അധ്യാപകൻ എന്ന് പറയുന്നത് അറിവിൽ നിന്ന് അധ്യയനം നടത്തുന്ന ആളെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്ന ആളെയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധ്യാപകർ സാധാരണ ചെയ്യുന്നത് പഠിച്ചു വെച്ച കാര്യങ്ങൾ, അതായത് അറിവിൽ നിന്ന് അധ്യയനം നടത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് H2O എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് ഒരു അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുന്നു. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളമുണ്ടാക്കി നോക്കിയിട്ടല്ല, അനുഭവിച്ചറിഞ്ഞിട്ടല്ല അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചൊരു കാര്യം പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇതാണ് വ്യത്യാസം. പക്ഷേ ഗുരു എന്ന് പറയുന്നത് അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്ന ആളാണ്. അവിടെയാണ് ബുദ്ധനും യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും എല്ലാവരും ഗുരുക്കന്മാരായിട്ട് മാറുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഗുരുവായിട്ട് മാറുന്നത്. ആ ഗുരു എന്ന് പറയുന്നതിന് ഉള്ളിൽ എല്ലാമുണ്ട്. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ഗുരുവും അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് മനസ്സിലാക്കുക. ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും ഒരു മജീഷ്യൻ തന്നെ ആയിരിക്കും. കേട്ടോ മോളെ? ഓക്കെ അങ്കിൾ, ഈ പ്രേമം എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രേമവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചോദ്യം, ബ്രില്യൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. സ്നേഹവും പ്രേമവും തമ്മിലുള്ള അന്തരം എന്താണ് എന്നുള്ളത്. മോനെ, ഉത്തരം ഇതാണ്. സ്നേഹത്തിൻ്റെ പാരമ്യതയാണ് പ്രേമം, ആത്മാവിൻ്റെ ആഹാരമാണ് പ്രേമം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് വളരണം എന്നുണ്ടെങ്കിൽ ആഹാരം വേണം, അതുപോലെ നമ്മുടെ മനസ്സിന് വളരണം എന്നുണ്ടെങ്കിൽ പ്രേമം വേണം. പ്രേമം ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല.
ഞാൻ ഉദ്ദേശിക്കുന്ന പ്രേമം എന്ന് പറയുന്നത് നിങ്ങൾ ചിരിച്ച പ്രേമമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരെമറിച്ച് പ്രേമത്തിന് വ്യക്തമായൊരു നിർവചനം ഇല്ല. പ്രേമത്തിന് നിർവചിക്കുവാൻ സാധിക്കുകയില്ല. ജനനത്തിന് എന്താണ് നിർവചനം? നിർവചനമില്ല. മരണത്തിന് എന്താണ് നിർവചനം? നിർവചനമില്ല. അതുപോലെ തന്നെ പ്രേമത്തിനും ഒരു നിർവചനമില്ല. പക്ഷേ പ്രേമം ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രേമിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അധ്യാപകരെ, കുട്ടികളെ, കൂട്ടുകാരെ, അച്ഛനെ, അമ്മയെ എല്ലാവരെയും പ്രണയിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ജീവിതം ധന്യമാവുന്നത്. പ്രേമം നമ്മുടെ മനസ്സിൽ നിറയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്. പ്രേമത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പ്രേമത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് പ്രേമത്തിന് വളരുവാൻ സാധിക്കുക. അതിൻ്റെ ചുറ്റും അതിൻ്റെ മിടിപ്പ് ആവശ്യമുണ്ട്. വീട്ടിൽ അമ്മ പ്രേമമുള്ളവളാണെങ്കിൽ, അച്ഛൻ പ്രേമമുള്ളവനാണെങ്കിൽ, അമ്മയും അച്ഛനും തമ്മിൽ പ്രേമത്തിനാണെങ്കിൽ മാത്രമാണ് കുട്ടിക്ക്, അതായത് നിങ്ങൾക്ക് ഒരു പ്രേമജീവിയായി വളരുവാൻ സാധിക്കുക. ഗുർജീഫ് എന്ന ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ചുമരിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയുമായി സ്വരച്ചേർച്ചയിലല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ആദ്യം വേണ്ടത് വീട്ടിലുള്ള ഐക്യമാണ്. അവിടെ മാത്രമാണ് പ്രേമം വളരുക. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേമമല്ല. നേരെമറിച്ച് സ്നേഹത്തിൻ്റെ പാരമ്യത, അങ്ങേയറ്റം സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രേമം എന്ന് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ നല്ല ചോദ്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് മോനോട് പ്രത്യേകം സന്തോഷം പറയുന്നു. എനിക്ക് പോകാൻ സമയമായി. നമുക്ക് ഇനി തൽക്കാലത്തേക്ക് വിട പറയാം.